എല്ലാം കാണുന്നുണ്ട്. പോലീസോ രാഹുലോ അറസ്റ്റ് നീട്ടുന്നതിന് പിന്നിൽ സർക്കാർ പ്ലാൻ. പേടി പഴയ വീട്ടിലെ അറസ്റ്റ്, ഇനി എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മനോരമയിൽ വന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ നിങ്ങൾ ആ തമ്മിലിൽ കണ്ടതുപോലെയുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് കണ്ടത്. ഇതിൽ പല ഘട്ടങ്ങളുണ്ട്. മനോരമ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പോലീസിന്റെ എല്ലാ നീക്കങ്ങളും അറിയുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസിലെ ചില ആളുകൾ രാഹുലിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നുള്ളത്. മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാർത്തയിൽ തന്നെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് വൈകിപ്പിക്കുകയാണ്. അത് ഇലക്ഷന് തൊട്ടു മുൻപായിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണ് സർക്കാരിനുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോ ഇതിന്റെ ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോ ആദ്യം പറഞ്ഞത് പോലീസിലെ ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവരുടെ നീക്കങ്ങൾ ഒക്കെ ചോർത്തി നൽകുന്നു എന്ന്. അങ്ങനെ ഒന്ന് സംഭവിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLAക്ക് പോലീസിലുള്ള ആളുകൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ചോർത്തി നൽകാനുള്ള സാധ്യതകളുണ്ടോ? എനിക്ക് അത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അല്ലേ? അങ്ങനെ ആയിരിക്കില്ലേ സ്വാഭാവികമായിട്ടും. കാരണം രാഹുൽ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് പിണറായി വിജയന്റെ പോലീസിനെതിരെ, ഈ സർക്കാരിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് അത്തരത്തിലുള്ള ഈ ഇൻഫർമേഷന്, പോലീസിന്റെ നീക്കങ്ങൾ ചോർത്തി നൽകി അയാളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി പോലീസിൽ നിന്ന് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ തർക്കമുണ്ട്. അത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറസ്റ്റ് നീട്ടുന്നതിന് പിന്നിൽ സർക്കാരിന്റെ പ്ലാനാണ്. അത് ഞാൻ 100% അംഗീകരിക്കുകയാണ്. ആ വാദത്തെ ഞാൻ അംഗീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നുണ്ട്. വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ, അതും ഇങ്ങനെ ഒരു ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നു, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുകയും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അങ്ങനെ 2 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന സർക്കാർ, വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സർക്കാർ, ശബരിമല വിഷയം തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായ സർക്കാർ, CPMന്റെ മുൻ MLA, DYFIയുടെ നേതാവ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയ പത്മകുമാർ അറസ്റ്റിലാകുന്നു. അതിനു മുമ്പ് പിണറായി വിജയൻ ദേവസ്വം പ്രസിഡന്റായി നിയമിച്ച N. വാസു അറസ്റ്റിലാകുന്നു. അതിനു മുമ്പ് ദേവസ്വം കമ്മീഷണറായിരുന്ന മുരാരി ബാബു അറസ്റ്റിലാകുന്നു. ഇവരെയൊക്കെ നിയമിച്ചത് പിണറായി വിജയനാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട്, CPMവുമായി ബന്ധപ്പെട്ട അതിന്റെ നേതാക്കൾ ഓരോരുത്തരും അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. മുരാരി ബാബു പല ആളുകളുടെയും പേര് പറയും. മുരാരി ബാബു മുമ്പേ പറഞ്ഞിട്ടുള്ള ദൈവതുല്യനിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ കത്തിപ്പടരുന്നത്. അങ്ങനെ കത്തിപ്പടരുന്നു എന്ന് മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം നിലനിൽക്കണമെന്ന് ഇവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവസാനിക്കരുത്. കാരണം ഒരു അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോവാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ വലിയ ചർച്ചയാവണം. രാഹുൽ മറയത്തുണ്ടാവണം. രാഹുലിനെതിരെയുള്ള മൊഴികളും ഈ പറയുന്ന തെളിവുകളും പോലീസിന്റെ അന്വേഷണങ്ങളും ചർച്ചയായിക്കൊണ്ടേയിരിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഗൂഢാലോചനയും. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നിൽ വെക്കാൻ, ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഒരു പദ്ധതികളും ഇല്ലാതിരിക്കുമ്പോൾ, ഭരണ നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാം ഭരണ പരാജയങ്ങളും കഴിവുകേടുകളും സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളയും ശബരിമലയിലെ അയ്യപ്പന്റെ കൊള്ളയും ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ ഒരു ഇക്കിളിക്കഥ വേണം, ഒരു സെക്സ് വേണം, ഒരു പീഡനം വേണം, ഒരു ബലാത്സംഗം വേണം, ഒരു ഗർഭം വേണം, ഒരു ഗർഭചിത്രം വേണം, ഒക്കെ വേണം. എന്നാലേ ഇതിനെ മറച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു മറയായി രാഹുൽ മാങ്കൂട്ടം നിൽക്കുമ്പോൾ രാഹുലിനെ അങ്ങനെ പെട്ടെന്ന് തൂക്കിയെടുത്ത് അകത്തിടുക എന്ന് പറഞ്ഞത് ബുദ്ധിയല്ല. തൂക്കിയെടുത്ത് അകത്തിട്ടാൽ ആ ചർച്ച അവിടെ അവസാനിക്കും. അത് അറസ്റ്റ് ചെയ്യാതിരുന്നാലോ ആ ചർച്ച ഇങ്ങനെ കത്തിപ്പടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. അത് ഒരു മറയാകുമെന്ന് സഖാവ് പിണറായി വിജയനും
വിജയന്റെ അടിമകളും അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന രാഹുലിലേക്ക് എത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെ വരുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഴിവുകേടല്ല, കേരളത്തിലെ പോലീസിന്റെ കഴിവുകേടല്ല, ഇവിടുത്തെ നിയമത്തിന്റെ പഴുതുകളോ അല്ല അതുകൊണ്ടുള്ള കാരണം. അത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണ്. വേണമെന്ന് കരുതി രാഹുലിലേക്ക് എത്താതിരിക്കുന്നതാണ്. രാഹുൽ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ല, ആ തരത്തിലേക്ക് രാഹുൽ എവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. ഇനി അറിഞ്ഞാലും അറിയാത്ത ഭാവം നടിക്കണം. അറസ്റ്റ് ചെയ്യരുത്. അറസ്റ്റ് ചെയ്യുന്നത് എന്നായിരിക്കണം? ഡിസംബർ 9 മുമ്പായിരിക്കണം, തൊട്ടു മുന്നത്തെ ദിവസം. എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് നടക്കുന്ന ഡിസംബർ 9 തലേ ദിവസമായിരിക്കണം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാലേ അതിന്റെ ഇമ്പാക്റ്റ് പോളിംഗ് സ്റ്റേഷനിൽ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ഈ പറയുന്ന സഖാക്കള് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളും. ആ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ നീങ്ങിക്കൊണ്ടു പോകുന്നത്. കാരണം പല ന്യായങ്ങൾ പറയും. രാഹുൽ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ ഒളിവിലാണ്, രാഹുൽ എവിടെയുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ന്യായങ്ങൾ പറയുമെങ്കിലും ഇവർക്കൊന്നും രാഹുൽ എവിടെയുണ്ടെന്ന് അറിയണമെന്ന് ഇവരാരും ആഗ്രഹിക്കുന്നില്ല. ഇനി അറിഞ്ഞാലും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. അതിന് പല ന്യായീകരണങ്ങൾ ഇവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാല് രാഹുൽ വിഷയം ഇത്രയധികം കത്തിപ്പിടിപ്പിക്കുവാനും അതിനെ ചർച്ചയാക്കുവാനും അതിനെതിരെയുള്ള വലിയ ആക്ഷനുമായിട്ട് പോലീസ് രംഗത്തിറങ്ങാനുമുള്ള കാരണം അത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് കരുതിയിട്ടല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവണമെന്ന് കരുതിയിട്ടല്ല. അങ്ങനെയെങ്കിൽ പല ആളുകളും ഇവരുടെ കൂടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുലിനെ വീഴ്ത്തണം, അതുവഴി അധികാര തുടർച്ചയുണ്ടാവണം. അതെങ്ങനെ? അപ്പൊ നിങ്ങൾ ചോദിക്കും, രാഹുലിനെ വീഴ്ത്തിയാൽ എങ്ങനെ അധികാര തുടർച്ചയുണ്ടാവും? യെസ്, ഓഫ് കോഴ്സ്. രാഹുൽ പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരുന്ന, കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു MLA ആണ്. അത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളും പുകമറകളും വിവാദങ്ങളും ചർച്ചകളും ഒക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ജനത്തിന്റെ മനസ്സിൽ അങ്ങനെയല്ല എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ലയോ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് അത്തരത്തിലുള്ള തിരിച്ചറിവ് ഇല്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നതാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോ എസ്പെഷ്യലി ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. അവരൊക്കെ ഇത് ഈ പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. ജനം അത് അങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ജനം രേഖപ്പെടുത്തുന്നുണ്ട്. അത് പലരും കണ്ടിട്ടും കാണാത്ത പോലെ, അല്ലെങ്കിൽ ആ പ്രതികരണങ്ങളെ കൂടി മറികടക്കാനുള്ള പല പരിശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് തന്നെയാണ് രാഹുലിലേക്ക് ഇവർ ഈ നിമിഷം വരെയും എത്താത്തതിനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് രാഹുൽ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തണം. രാഹുൽ വിഷയം കത്തിച്ചു നിർത്തിയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സഖാക്കൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ മുന്നിൽ ഒന്നും പറയാനില്ല, ഭരണ നേട്ടങ്ങളൊന്നുമില്ല, എടുത്തു പറയാൻ മുന്നിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആളുകൾ ഈ പറയുന്ന വിവാദങ്ങള്, പെണ്ണുകഥകള്, സ്ത്രീ കഥകള്, അവിഹിതങ്ങള്, ഗർഭം, ഗർഭചിത്രം ഒക്കെ പറഞ്ഞു നടക്കേണ്ട ഒരു ഗതികേടിലാണ് അവരുള്ളത്. അതിനിടയിൽ കൂടി മുഖ്യമന്ത്രിയെ ഒന്ന് വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പടക്കം എന്നുള്ള രീതിയിൽ ഒരു നോട്ടീസ് വരുന്നു. നോട്ടീസിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അത് മുഖ്യമന്ത്രി ക്ലെയിം ചെയ്തിട്ട് വരുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്രമം മറുഭാഗത്ത് നടത്തുന്നു. ഇപ്പുറത്ത് മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു PR വർക്ക് മറുഭാഗത്ത് നടക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പണമെറിഞ്ഞ് പവർ പിടിക്കുവാനുള്ള പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ജനത്തിന്റെ മനസ്സിൽ അതൊന്നും വില പോകില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ചർച്ചകൾ മാധ്യമങ്ങളിൽ വരുന്നതിൽ ഈ പറയുന്ന മനോരമ പറഞ്ഞതുപോലെ രാഹുലിന് ഈ വിവരങ്ങള്, പോലീസിന്റെ നീക്കങ്ങള്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഒരിക്കലും സാധ്യമാവുകയുമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് പ്ലാന് എന്ന് പറയുന്നത് അറസ്റ്റ് വൈകിപ്പിക്കുക എന്നുള്ളത്. ആ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത്
ഉള്ളിലിട്ടുകൊണ്ട് അത് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ അതൊരു വലിയ പോളിംഗ് സ്റ്റേഷനിൽ വലിയ ഫാക്ടറായി മാറും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് സഖാക്കളും ഈ പറയുന്ന നേതൃത്വവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ്.